എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ചെയ്ത് തീർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവുമേ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാൻ തുണിയെല്ലാം കഴുകിയിടും കേട്ടോ. അപ്പോൾ വൈകിട്ടാകുമ്പോൾ എല്ലാം നമുക്ക് ഉണങ്ങി കിട്ടുമല്ലോ. അതാകുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് എല്ലാം മടക്കി ഒതുക്കി വയ്ക്കാമല്ലോ. എല്ലാ തുണിയെല്ലാം നിരന്ന് കിടക്കത്തില്ല. എല്ലാ ദിവസവും ഞാൻ രാവിലെ തുണി കഴുകിയിടും കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാൻ തുണി എടുക്കുമ്പം എല്ലാം അങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ വാരി എടുത്തിട്ട് ഞാൻ മടക്കത്തില്ല കേട്ടോ. ഞാൻ അഴയിൽ എടുക്കുമ്പോൾ തന്നെ തുണിയെല്ലാം മൊത്തം മടക്കി അത് എല്ലാവരുടെയും സെപ്പറേറ്റ് തിരിച്ച് തുണി മടക്കി കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ മുറിയിലേക്ക് കൊണ്ട് വെച്ച് കൊടുത്താൽ പിന്നെ അവരുടെ അലമാരി വെച്ചോളും കേട്ടോ. എനിക്കും എളുപ്പമുണ്ട്, അവർക്ക് മടക്കി വയ്ക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊക്കെ അതും കേട്ടോ ഇഷ്ടം. പിന്നെ ഞാൻ കൊച്ചിൻ്റെ ആണെങ്കിലും എൻ്റെ തുണിയാണെങ്കിലും എല്ലാം ഞാൻ മടക്കി എടുക്കുന്നു. അതാകുമ്പം നമുക്ക് മടക്കി അലമാരിയിലേക്ക് ഒതുക്കി വയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ, വൃത്തിയായിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ അഴയിൽ നിന്ന് തുണി എടുക്കുമ്പം അഴ മുഴുവൻ ഉറുമ്പാണ്, അപ്പോൾ അതൊക്കെ കൊത്തിയാണ് ഞാൻ തുണി എടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ വൈകിട്ടത്തെ ജോലി എന്ന് പറയുന്നത് ഇതാ കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങാനായിട്ട് നോക്കിയിരിക്കും, കൊച്ചെൻ്റെ പുറകെ ഇറങ്ങാനായിട്ട്. ലച്ചുമാക്ക് നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ നമ്മുടെ കൂടെ ഇറങ്ങിപ്പോരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വാതിൽ തുറക്കുന്ന നോക്കിയിരിക്കും അവൾ പുറത്ത് ഇടാനായിട്ട്. പിന്നെ വൈകിട്ടൊന്നും അവളെ അങ്ങനെ ഒരുപാട് നേരം ഞാൻ പുറത്തേക്ക് ഇറക്കി വിടില്ല കേട്ടോ. കാരണം ഭയങ്കര കൊതുകാണ് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത കൊതുകാണ്. നമുക്ക് വെറുതെ ഒന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ കൊതുകാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടില്ല കേട്ടോ. പിന്നെ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ പട്ടിക്കുട്ടന് ഒരു കൊതുക് തിരി കൊണ്ടുവച്ച് കൊടുക്കും. പിന്നെ ആടിന് കുറച്ച് പുകയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇതുങ്ങളെയും ഭയങ്കരമായിട്ട് കൊതുക് കടിക്കും കേട്ടോ. കൊതുക് കടിക്കുമ്പോഴത്തേക്കിനും ഇതുങ്ങൾ കിടന്ന് ഭയങ്കര ഒച്ചയുണ്ടാക്കി കാറാൻ തുടങ്ങി. അതുകൊണ്ടാണ് കൂടുതലും പുകയിട്ട് കൊടുക്കുന്നത്. പട്ടിക്ക് അങ്ങനെ പുകയൊന്നും ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. അവന് 2 കൊതുക് തിരി കത്തിച്ച് വെച്ച് കൊടുക്കുകയും അവനത് മതി. ആടിനാണ് കൂടുതലും പുകയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ കളിപ്പാട്ടമൊക്കെ ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ കാലിൽ ചെരുപ്പിട്ട് കൊടുക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ. അവളത് പോകുന്ന വഴിക്ക് കാലിൽ നിന്ന് ഊരിപ്പോവും. വീണ്ടും ചെരുപ്പ് എടുത്തുകൊണ്ട് എൻ്റെ പുറകെ വരും. വീണ്ടും ഞാൻ ചെരുപ്പിട്ട് കൊടുക്കുവാണ്. ഈ ചെരുപ്പിടാൻ മാത്രം കൊച്ചിന് ഭയങ്കര മടിയാട്ടോ. നമ്മൾ എന്തെങ്കിലും ഷൂ ഒക്കെയാണ് കാലിലിട്ട് കൊടുക്കുന്നതെങ്കിൽ അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പുള്ളിക്കാർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതൊന്നും ഊരിക്കളയത്തില്ലാത്തത് കൊണ്ടല്ല, അതൊന്നും അവൾക്ക് തന്നെ ഊരാൻ അറിയത്തില്ല, അതുകൊണ്ട് കാലേ കിടന്നോളും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഈ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഈ ചെടി നനയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ലച്ചുവാവിടെ കളിപ്പാട്ടം എല്ലാം തട്ടി വേണം ഇറങ്ങാനായിട്ട്. അത് പറക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമയം അവിടെ തീരും. എല്ലാം മൊത്തം നമ്മൾ നിരത്തിയിട്ടേ കളിക്കുള്ളൂ കേട്ടോ അവള്. അത് കഴിഞ്ഞ് ഞാൻ ചെടി നനച്ചുകൊണ്ടിരിക്കും. ഈ ചെടിയൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന ചെടിയാണ്. അപ്പം ചില സമയത്ത് വെള്ളം ഒഴിക്കാൻ പറ്റാണ്ട് വരുമ്പോഴത്തേക്കിനും അങ്ങോട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ചെടിക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കണം. അതുകൊണ്ട് വെള്ളം കോരി ഒഴിക്കേണ്ടത് കൊണ്ട് ആരും അങ്ങനെ മെനക്കെടത്തില്ലേ. ഇവിടെ ഓസുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനിട്ട് നനയ്ക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ചെടിയെല്ലാം എടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് കേട്ടോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ചെടി നനയ്ക്കുന്നതിൻ്റെ മാത്രമല്ല, എനിക്കാണെങ്കിലും അടുക്കളയിൽ നിന്നെങ്കിലും നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഉള്ളിത്തൊലി, സവോളത്തൊലി, മുട്ടത്തോട്, പിന്നെ ചായയുടെ മട്ട്, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ചോട്ടിലാണ് കേട്ടോ കൊണ്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ തന്നെ ശരിക്കും പൂവായിട്ട് നിൽക്കുവേ. ഫ്രണ്ടിലാകുമ്പോൾ ഇതൊന്നും അങ്ങനെ കൊണ്ടിട്ട് കൊടുക്കാൻ ഒരു മടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെടിയെല്ലാം എടുത്ത് ഞാൻ ഇവിടെ അടുക്കളയുടെ ഈ സൈഡിലായിട്ട് കൊണ്ട് വെച്ചേക്കുവാണ്. പിന്നെ പൂ വരുന്നത് മുഴുവൻ ലച്ചുവ തന്നെ പറിച്ച് കളയും കേട്ടോ. മൊത്തം അവൾക്കത് പറിച്ച് കളഞ്ഞാലും ഒരു സമാധാനം കിട്ടുകയുള്ളൂ. പിന്നെ ആ സൈഡിലായിട്ട് കുറേ കപ്പയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് നനയ്ക്കണം, അതെല്ലാം ഒന്ന് നനച്ച് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ലച്ചമ്മ അവളുടെ കളിപ്പാട്ടത്തിന് എന്തെങ്കിലും കുറേ മണ്ണൊക്കെ പറ്റിച്ചുകൊണ്ട് വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓസുമായിട്ട് അത് കഴുകാൻ പോകും. അങ്ങനെ കുറേ നേരമൊക്കെ അങ്ങനെ തന്നെ പോകും കേട്ടോ. വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ തുണി എടുക്കാനും ചെടി നനയ്ക്കാനും പുകയിട്ട് കൊടുക്കാനും ഒക്കെ ഇറങ്ങാറുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് ഞങ്ങൾ ആടിന് കുറച്ച് പുകയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പുകയിടാൻ പുകയിടാനായിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ തന്നെ ആട്ടുകുഞ്ഞുങ്ങൾക്കും അതുങ്ങൾക്ക് അറിയാം കേട്ടോ ഞാൻ പുകയിടാനായിട്ടാണ് വരുന്നതെന്ന്. പിന്നെ ഞാനിത് ഞങ്ങളുടെ അപ്പുറത്തായിട്ട് ഈ നമ്മുടെ ഫ്രണ്ടിൽ കുറേ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ഇടയ്ക്ക് വെട്ടിയായിരുന്നു. അപ്പോൾ വെട്ടിയേക്കുന്നതെല്ലാം ഇത് അപ്പുറത്ത് കാണുന്ന ആ പറമ്പിലായിട്ടാണ് കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഉണങ്ങി കിടക്കും കേട്ടോ മൊത്തം. അതുകൊണ്ട് ചുള്ളിക്കമ്പുകളുണ്ട് ഇഷ്ടം പോലെ കത്തിച്ച് കളയാനായിട്ട്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആടിന് പുകയിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതുങ്ങൾക്ക് ചൂട് കൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പുകയിടാനായിട്ട് ഞാൻ അവിടെ വന്നിരിക്കുന്നത് ആട്ടുകുഞ്ഞുങ്ങൾ ഓടി പുക കൊള്ളാനായിട്ട് സൈഡിലേക്ക് മാറി നിൽക്കും എല്ലാം കൂടെ. പിന്നെ ലച്ചമ്മയ്ക്ക് ഞാൻ വൈകിട്ടാണ് കൂടുതലും പാമ്പർ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അത് ആ ഒരെണ്ണം ഉള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് കത്തിച്ച് വിടുവേ. കാരണം അല്ലാതെ ഈ ചിലർ ഉപ്പിട്ട് അതിനകത്ത് ജെല്ല് കളയും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ നേരത്തെ ഞാനിത് കഴുകി കളയുമായിരുന്നു. നമ്മളിത് കഴുകി കളഞ്ഞാലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ ജെല്ലിങ്ങനെ വെള്ളം കെട്ടി കിടക്കുക. അതങ്ങനെ പോവൊന്നുമില്ല. ഇതിങ്ങനെ ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് കത്തിപ്പോയിക്കോളും കേട്ടോ. ഒരെണ്ണമൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ അങ്ങ് കത്തിപ്പോയിക്കോളും കേട്ടോ. അതുകൊണ്ട് അതും കൂടെ ഓർത്താണ് കൂടുതലും ഞാൻ പുകയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് ഒരു വേസ്റ്റും ഒന്നും ഇവിടെ കാണത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ചുള്ളിക്കമ്പൊക്കെ ഇട്ട് പുകയൊക്കെ ഇട്ട് കൊടുത്ത് ലച്ചുവാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അവൾ ഏത് സമയം ആട്ടുംകൂടിൻ്റെ സ്റ്റെപ്പേ പോയി കയറും കേട്ടോ. ആ സ്റ്റെപ്പ് നമുക്ക് അത്ര ഉറപ്പില്ലാത്ത ആട്ടോ. അപ്പോൾ അവിടെ കയറും, ഞാൻ അവളെ എടുത്ത് താഴെ വെക്കും, അവൾ വീണ്ടും പോയി കയറും. താഴ്ഭാഗം കൊണ്ട് കുറച്ച് കല്ലും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഞാൻ അങ്ങോട്ടങ്ങനെ കയറ്റി വിടത്തില്ല കേട്ടോ. അങ്ങനെ പുകയൊക്കെ ഇട്ട് ഇനി ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇനി ഞങ്ങൾക്കൊന്ന് കുളിച്ച് കയറിയാലും കൂടെ മതി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന, പിന്നെ കുറച്ച് നേരം ടി വി കാണും, ഫുഡ് കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ ഓടി ഫ്രണ്ട് വശത്തേക്ക് പോകും കേട്ടോ. അവളെ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അവളെ നിർത്തുന്നത്. അവളെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ്, ഇപ്പോൾ നമ്മളെന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ കൊച്ചിനെ അങ്ങനെ ഒറ്റയ്ക്ക് മുറ്റത്തേക്ക് ഇറക്കി വിടുകയൊന്നുമില്ല കേട്ടോ. ഞാൻ കൂടെ ഇറങ്ങുമ്പോൾ മാത്രമേ അവളെ ഞാൻ കൂടെ ഇറക്കാറുള്ളൂ. അല്ലെങ്കിൽ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയാലും അതും എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വിടത്തില്ലേ. ഞാൻ മുറ്റത്തുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ അലക്കാനായിട്ട് പോയി നിന്നാലും നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അലക്കി തീരുന്നോളം വരെ ഒരു വഴക്കും ഇല്ലാണ്ട് എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നോളും കേട്ടോ. അത് എന്ത് ജോലി ചെയ്യുമ്പോഴും കൊച്ചിനങ്ങനെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇപ്പം ആട്ടുകുഞ്ഞുങ്ങൾ പുക കൊള്ളുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായിട്ട് പുക കൊള്ളാനായിട്ട്. രണ്ടുപേരും ചൂടടിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ പോവുകയാണേ. അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലി, സന്ധ്യാപ്രാർത്ഥനയെല്ലാം വന്നപ്പോൾ അവൾക്ക് 2 ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അവൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റല്ല, എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ 4 മണിക്ക് കാണും കേട്ടോ. അപ്പോൾ അവൾക്ക് ഇടയ്ക്കും മുട്ടിനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം. ചോറും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊച്ചിനൊട്ടും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും. കുളി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ അവൾക്ക് ഒരു വിശപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അവൾക്ക് എടുത്ത് കൊടുത്തിട്ട് ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വൈകിട്ടത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.